സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമങ്ങളിൽ പരാതി നൽകാനുള്ള തമിഴ്നാട് നടികർ സംഘത്തിന്റെ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. നടി രോഹിയിലാണ് കമ്മിറ്റിയുടെ അധ്യക്ഷ. 2019 മുതലുള്ള കമ്മിറ്റി കൂടുതൽ ഊർജിതമായി പ്രവർത്തിക്കാനും തീരുമാനമുണ്ട്. വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു. രഞ്ജിത്ത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാളത്തിൽ വന്നപ്പോൾ വലിയ കോളിളക്കമാണ് മലയാള സിനിമയിൽ ഉടനീളം ഉണ്ടായത്. ഇപ്പോഴിതാ ഇത്തരത്തിൽ ലൈംഗികാതിക്രമ പരാതികളിൽ തമിഴ്നാട് നടികർ സംഘത്തിലും കമ്മിറ്റി രൂപീകരിക്കുന്നു എന്നുള്ളൊരു പുതിയ വാർത്ത പുറത്തുവരുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഇത് ഒരു പുതിയ കമ്മിറ്റി എന്ന് വിശേഷിപ്പിക്കാനാവില്ല ഭവ്യ. കാരണം 2019 അതായത് 5 വർഷം മുൻപ് രൂപീകരിക്കപ്പെട്ട ഒരു കമ്മിറ്റിയാണ്. തമിഴ് സിനിമയിൽ ഇതിനു മുൻപ് നിരവധി പരാതികൾ, ആക്ഷേപങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പല നടിമാരും മാധ്യമങ്ങളെ കണ്ട് ചില വെളിപ്പെടുത്തൽ നടത്തിയ പല വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളത് കേട്ടതാണ്. ആ സമയത്താണ് നടികർ സംഘം ഇടപെട്ട് നടി രോഹിണി അധ്യക്ഷയായി ഒരു സമിതിയെ അവിടെ രൂപീകരിച്ചത്. പക്ഷെ അതിന്റെ പ്രവർത്തനം കാര്യക്ഷമമായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതും ഈ രോഹിണി മാത്രമായിരുന്നു കമ്മിറ്റിയുടെ ഭാഗമായി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പല ആളുകളും രോഹിണിയോട് നേരിട്ട് നിന്ന് പരാതി പറയാനൊക്കെ അന്ന് അതിനുശേഷം ഇങ്ങോട്ട് മടിച്ച പശ്ചാത്തലത്തിൽ ഈ കമ്മിറ്റിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി പോയിരുന്നില്ല. ഇപ്പോൾ ഈ പുതിയ ഹേമ കമ്മിറ്റിയുടെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ ഭാഗമായി മലയാളത്തിൽ ഉണ്ടായ വലിയ വിപ്ലവത്തിന്റെ ഒക്കെ സാഹചര്യത്തിലാണ് ഈ കമ്മിറ്റി എന്ന് പുനരുജ്ജീവിപ്പിക്കാനും കൂടുതൽ കാര്യക്ഷമമാക്കാനുമുള്ള തീരുമാനം ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കൂടുതൽ NGO സംഘടനകളെയൊക്കെ ഉൾപ്പെടുത്തി, അവരുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഈ നടിമാർക്ക് കൗൺസിലിംഗ് നൽകുക എന്ന രീതിയിൽ കൗൺസിലേഴ്സിനെ അടക്കം ഉൾപ്പെടുത്തി കൂടുതൽ കാര്യക്ഷമമായി ഈ കമ്മിറ്റി വിപുലീകരിക്കാനുള്ള തീരുമാനം ഉണ്ടായത് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി ഇന്ന് നടി രോഹിണി മാധ്യമങ്ങളെ കണ്ടിരുന്നു. പരാതികളുള്ളവർ നേരിട്ട് ഈ കമ്മിറ്റിയെ അറിയിക്കണം എന്നും നിങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നും പറഞ്ഞു വെക്കുകയായിരുന്നു രോഹിണി. മാധ്യമങ്ങൾക്ക് മുന്നിലല്ല പരാതി പറയേണ്ടത്, മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും മുന്നിൽ പരാതി പറഞ്ഞാൽ നിങ്ങൾക്കതിന് പരിഹാരം ഉണ്ടാകില്ല എന്ന് രോഹിണി പറഞ്ഞു. ഈ കമ്മിറ്റിക്ക് മുന്നിൽ വന്നാൽ ഇതൊരു നിയമപരമായി എന്തെങ്കിലും അധികാരമുള്ള കമ്മിറ്റിയല്ല. പക്ഷെ അവർ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യം ഈ പരാതിയിൽപ്പെട്ട ആളുടെ മൊഴി എടുക്കും, അയാളെ കണ്ട് സംസാരിക്കും ഈ കമ്മിറ്റി. അതിനുശേഷം അതിൽ വാസ്തവമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ഈ പറഞ്ഞ ആളെ ഒരുപക്ഷെ 5 വർഷത്തേക്ക് വിലക്കാനുള്ള തീരുമാനം, സിനിമാ മേഖലയിൽ നിന്ന് 5 വർഷത്തേക്ക് വിലക്കാനുള്ള തീരുമാനം എടുക്കാനുള്ള ഒരു അധികാരം അത് ഈ നടികർ സംഘം ഈ കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട്. അത് സംഘടനയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ വന്നാൽ ഈ പരാതികൾ ഒരു പരിധിവരെ കുറയുമെന്നും ഇത്തരം സംഭവ വികാസങ്ങൾ വലിയ തോതിൽ ഇല്ലാതാകും എന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം അതീവ ഗൗരവതരമാണ് പരാതിയെങ്കിൽ അത് പോലീസിന് കൈമാറുന്ന കാര്യത്തിലും ഈ രോഹിണി കമ്മിറ്റി അതിൽ നിലപാടെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അങ്ങനെ മലയാളത്തിൽ ഉണ്ടായ വലിയ ഒരു വിപ്ലവം ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അതിനുശേഷം നമുക്കറിയാം ഒരുപാട് പരാതികൾ വരുന്നു, പോലീസ് അന്വേഷണങ്ങൾ വരുന്നു, കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. സമാനമായി തന്നെ നേരത്തെ തെലുങ്ക് സിനിമയിലും കന്നഡയിലും മറ്റും ഇത്തരം ചില ആലോചനകൾ നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. തമിഴ്നാട്ടിൽ അതിനകം തന്നെ നിലവിലുണ്ടായിരുന്ന ഒരു കമ്മിറ്റിയെ കൂടുതൽ സജീവമാക്കുകയും അതിന്റെ പ്രവർത്തനം വിപുലീകരിക്കുകയുമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇത് സിനിമാ രംഗത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കും, സ്ത്രീകളുടെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വ്യത്യാസം ഉണ്ടാകുമെന്നാണ് ഈ കമ്മിറ്റിയുടെ അധ്യക്ഷയായ രോഹിണി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ശരി, രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.